തീർച്ചയായും അതായത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തിരുവനന്തപുരമാണ് അവർ ഏറ്റവും അധികം പ്രതീക്ഷ വെച്ചിരുന്ന ഒരു മണ്ഡലമെങ്കിൽ ഇപ്പോൾ അത് തൃശ്ശൂർ എന്നുള്ളൊരു മണ്ഡലമായി മാറിയിരിക്കുകയാണ്. കാരണം അത്രയേറെ പ്രാധാന്യം തൃശ്ശൂരിന് നൽകുന്നു. നേരത്തെ ഈ 2023 അവസാന മാസങ്ങളിലായാണ് അമിത്ഷാ തൃശ്ശൂരിലെത്തി സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ളൊരു രാഷ്ട്രീയ പരിപാടി എന്നോണം തന്നെ ഒരു പൊതുസമ്മേളനം സംഘടിപ്പിച്ചത്. ആ പൊതുസമ്മേളനത്തിൽ സുരേഷ് ഗോപി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് തൻ്റെ സ്ഥാനാർത്ഥിത്വം താൻ ഇവിടെ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് എന്നുള്ള കാര്യം അതൊരു പൊതുവേദിയിൽ തന്നെ സുരേഷ് ഗോപി പറയുകയുമുണ്ടായി. ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ തൻ്റെ മകളുടെ വിവാഹത്തിന് വരുന്നതോടുകൂടി പ്രധാനമന്ത്രിയുമായുള്ള സുരേഷ് ഗോപിയുടെ ബന്ധം എത്രത്തോളം അടുത്തതാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിനും അത് വോട്ടർമാർക്കൊരു സന്ദേശം നൽകുന്നതിനും കൂടിയാണ് ഇത്തരത്തിലൊരു കാര്യം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായും അതായത് ബി.ജെ.പിയുടെ ഇവിടുത്തെ ഒരു പ്രകടനങ്ങൾ, അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ ലോക്സഭാ മണ്ഡലത്തിൽ 2 തവണ അല്ലെങ്കിൽ തൃശ്ശൂരിന് സുരേഷ് ഗോപിക്ക് വേണ്ടി 2 തവണ എത്തുന്നു എന്ന് പറയുന്നത് തന്നെ കോൺഗ്രസിനെ വലിയ തോതിൽ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസിനെ മാത്രമല്ല LDFനെയും അത് അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ദിവസം അതായത് ഫെബ്രുവരി ആദ്യവാരം മല്ലികാർജുൻ ഖാർഗെ ഇവിടേക്ക് എത്തുന്നതോടുകൂടി അത് ആ ഒരു മത്സരം അത് കടുക്കുകയും ചെയ്യും, അതിൻ്റെ ഒരു പോരാട്ട വീര്യം അത് കടുക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് സന്ദേശം നൽകുന്നത്. അതിൽ 75,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ വലിയ ഒരു പൊതുസമ്മേളനം സംഘടിപ്പിക്കാൻ തന്നെയാണ് UDF ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ പ്രധാനമന്ത്രിയെ ഏറ്റവും അധികം വെല്ലുവിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ അതാണ് തങ്ങൾക്ക് വേണ്ടത് എന്ന ഒരു വെല്ലുവിളി തന്നെയാണ് നിലവിലെ MP TN പ്രതാപൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് മണിപ്പൂർ വിഷയം വളരെയേറെ ചർച്ച ചെയ്ത അല്ലെങ്കിൽ ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അത് ഈ കത്തോലിക്ക വോട്ടുകളുടെ ആ ഒരു എണ്ണത്തിലുള്ള തൃശ്ശൂരിലെ ഏറ്റവും അധികം എണ്ണം ഈ കത്തോലിക്ക സഭയുടെ വോട്ടുകൾ തന്നെയാണ്. ആ ഒരു വോട്ട് തന്നെയാണ് ഈ തൃശ്ശൂരിലെ ജയത്തിന് നിർണായകമായി കാണുന്നതും. അതുകൊണ്ട് തന്നെയാണ് മണിപ്പൂർ വിഷയം കൃത്യമായി കോൺഗ്രസ് ഇവിടെ ഉയർത്തി കാണിക്കുന്നതും. കഴിഞ്ഞ ദിവസം ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി സ്വർണ്ണ കിരീടം നൽകുകയും ചെയ്തു. ആ സ്വർണ്ണ കിരീടം നൽകിയതിനെതിരെയും ഈ കോൺഗ്രസ് ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ കത്തോലിക്ക സഭയിലെ പ്രശ്നങ്ങൾ, മണിപ്പൂർ വിഷയം ഒന്നും തന്നെ അഡ്രസ്സ് ചെയ്യാതെ ഇത്തരത്തിൽ സ്വർണ്ണ കിരീടവും മറ്റുമെല്ലാമായി ക്രൈസ്തവ വോട്ടുകൾ നേടാമെന്നൊരു വ്യാമോഹമൊന്നും വേണ്ട എന്നുൾപ്പെടെയുള്ള ശക്തമായ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും തന്നെയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായത്. എന്തായാലും തൃശ്ശൂർ ഒരു ശ്രദ്ധാകേന്ദ്രമാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കോൺഗ്രസ് കൃത്യമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു. ഇനി LDFൻ്റെ ഭാഗത്തു നിന്നുള്ള നിലപാടുകൾ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഇപ്പോഴും വന്നിട്ടില്ല എങ്കിൽ പോലും VS സുനിൽകുമാറിന് വേണ്ടി സൈബർ ലോകത്ത് ഇപ്പോൾ പ്രചരണം ഇതിനോടകം തന്നെ ആരംഭിച്ചു.